മനുഷ്യരെ നല്ലത് പറഞ്ഞ് മനസ്സിലാക്കി ഉദ്ബുദ്ധരാക്കി തീർക്കാനുള്ള ഒരേ ഉദ്ദേശത്തോടു കൂടി നിലകൊള്ളുന്ന വേദങ്ങൾ വായിച്ച് മനുഷ്യരെ അങ്ങേ അറ്റത്തെ അബദ്ധമാണ് മനസ്സിലാക്കി അനുഷ്ഠിച്ചു വരണത്. എനിക്കിത് നിങ്ങളോടൊന്ന് പറയണമെന്ന് തോന്നുക. അല്ല, എപ്പോഴെങ്കിലും ഒന്ന് പറഞ്ഞാലല്ലേ അവിടെ കിടക്കുള്ളൂ. അത് ജൈമിനി എന്ന് പറഞ്ഞൊരു മഹർഷി ഉണ്ടായിരുന്നു. അദ്ദേഹം നമ്മുടെ വേദങ്ങളൊക്കെ വായിച്ച ആളാണ്. ശങ്കരാചാര്യർക്ക് മുമ്പുണ്ടായവനാണ്. അദ്ദേഹം വേദങ്ങൾ മുഴുവൻ വായിച്ചിട്ട് പറഞ്ഞത് എന്താണെന്നറിയോ നിങ്ങൾക്ക്? വേദം മുഴുവനും കാരകമാണ് എന്ന് പറഞ്ഞു. കർമ്മം ചെയ്യിപ്പിക്കുന്നതാണ് വേദം. അതെന്താ? ശങ്കരാചാര്യർ അതേ വേദങ്ങൾ നോക്കി പറഞ്ഞത് എന്താ? കാരകമല്ല, ജ്ഞാപകമാണെന്നാണ്. മനുഷ്യനെ അറിവ് നൽകി ഉണർത്തുന്നതാണ്, ഉദ്ബുദ്ധനാക്കുന്നതാണ്. ഇപ്പം വേദങ്ങൾ കർമ്മം ചെയ്യാൻ പറയുന്നുണ്ടെന്ന് വയ്ക്കുക, അത് വായിച്ചിട്ട് കർമ്മം ചെയ്യാതെ ഇരിക്കുന്നവരോ? അപ്പോൾ വേദത്തിനൊരു നിഷേധവും അപമാനവുമല്ലേ അത്? വേദം എഴുതി ചെയ്യൂ എന്ന് പറഞ്ഞു, ആരും ചെയ്യണില്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പോൾ വേദം കാരകമല്ല, മനുഷ്യ എന്താ? ജ്ഞാപകം. മനുഷ്യൻ ബുദ്ധിയുള്ളവനാണ്, നല്ല മനസ്സുമുള്ളവനാണ്. 2 കൈയുണ്ട്, 2 കാലുണ്ട്, പഞ്ചേന്ദ്രിയങ്ങളുണ്ട്, ഒക്കെയുണ്ട്. അയാൾക്ക് നല്ലത് പറഞ്ഞു കൊടുത്താൽ അത് മനസ്സിലാക്കി പ്രവർത്തിച്ചോളും, വേറൊന്നും വേണ്ട. മനുഷ്യ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നതിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നതാണ് അറിവ്. ഞാൻ എപ്പോഴും പറയും, നോളേജ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് പെർസ്വേഷൻ ഫോർ എ ഹ്യൂമൻ. ഒരു മനുഷ്യന് അറിവാണ് ഏറ്റവും വലിയ പ്രേരണയും നിർബന്ധവും എല്ലാം. അപ്പോൾ മനുഷ്യനെ അറിയിപ്പിക്കേ വേണ്ടൂ. അറിയിപ്പിച്ചിട്ട് ആ അറിവിനനുസരിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ വേദത്തിനൊരു ദോഷമില്ല. ഞങ്ങളെ അറിയിപ്പിക്കേണ്ടത് അറിയിപ്പിച്ചു. നേരെ മറിച്ച് ചെയ്യൂ എന്ന് പറഞ്ഞ് ശാസിച്ചിട്ട് ആ ശാസന കേട്ടില്ലെങ്കിലോ വലിയ വിഷമാണ്. അപ്പോൾ ഈ വേദങ്ങൾ സംഹിതയിൽ മുഴുവൻ സ്തുതികളാണ്, ബ്രാഹ്മണത്തിൽ മുഴുവൻ കർമാനുഷ്ഠാനങ്ങളും യാഗങ്ങളും യജ്ഞങ്ങളാണ്, ആരണ്യകത്തിൽ ഉപാസന ധ്യാനമായി, അവസാനം ഉപനിഷത്തിലാണ് സത്യം മനസ്സിലാക്കൂ. ഇഹ ചേതവേദീദഥ സത്യമസ്തി നചേദിഹാവേദീൻ മഹതീ വിനഷ്ടി. ഇഹ ചേതവേദീദഥ സത്യമസ്തി. ഇപ്പം തന്നെ ഇവിടെ തന്നെ ഈ ജന്മത്തിൽ തന്നെ നിങ്ങളിത് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ജീവിതം അന്വർത്ഥമാകും, അർത്ഥവത്താകും, സഫലമാകും, സൗഭാഗ്യം കൈവരിക്കും. മനസ്സിലാക്കിയില്ലെങ്കിലോ മഹതീ വിനഷ്ടി, അങ്ങേയറ്റം വലിയ വലിപ്പമുള്ള നഷ്ടം വരുന്നു. അപ്പോൾ ഇത് മനസ്സിലാക്കി നഷ്ടമില്ലാതെ കഴിയേണ്ടത് നമ്മുടെ ചുമതലയാണല്ലോ. അത് നമ്മൾ നിർവഹിച്ചില്ലെങ്കിൽ നമുക്ക് ആരോട് എന്താ പറയാനുള്ളത്? നാം ബുദ്ധിയുള്ളവരാണ്, മനസ്സുള്ളവരാണ്. മൃഗങ്ങൾക്ക് നമ്മളെപ്പോലെ ബുദ്ധിയോ മനസ്സോ ഇല്ല. ആന വലിയ ആനയാണ്, അതിനെ കൊണ്ടു നടക്കുന്നത് ആരാ? ഒരു പാപ്പാൻ, കയ്യിലോ ഒരു കരക്കോലും ഉണ്ടാവും. ആ മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ടല്ലേ ഇത്രയും വലിയ ആനയെ കൊണ്ടു നടക്കുന്നത്. ആ വാലുകൊണ്ടൊരു തട്ട് തട്ടിയാൽ 8 കുട്ടിക്കരടം അറിയും ഈ പാപ്പാൻ. പക്ഷേ ആനയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ആ മനുഷ്യൻ്റെ ബുദ്ധിയുടെ വിശേഷമാണത്. അപ്പോൾ ജൈമിനി നോക്കിക്കണ്ടു, എന്നിട്ട് പറയുകയാണ്, ആമ്നായസ്യ ക്രിയാർത്ഥത്വാത് ആനർത്ഥക്യം അതദർത്ഥാനാം. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സൂത്രം ഇത്. ആമ്നായം എന്ന് പറഞ്ഞാൽ വേദം. ആമ്നായസ്യ ക്രിയാർത്ഥത്വാത്. ആമ്നായം വേദത്തിൻ്റെ ഒരേ ഒരു ഉദ്ദേശവുമൊക്കെ മനുഷ്യനെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കണം എന്നാണ്. അപ്പോൾ ചെയ്യൂ എന്ന് പറയുന്ന വിധി ഉള്ളടക്കാത്ത വാക്യങ്ങളെല്ലാം നിഷ്പ്രയോജനം. അപ്പോൾ ഉപനിഷത്തിനൊന്നും ഒരു വിലയില്ല എന്നാണ് ജൈമിനിയുടെ പക്ഷം. കേൾക്കണുണ്ടോ നിങ്ങൾ? ഇതും ഒരു മഹർഷി തന്നെയാണ്. അദ്ദേഹം വളരെ നിഷ്ഠയുള്ളവനാണ്, ആചാരങ്ങളും അനുസരണങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയത് എങ്ങനെയാണ്? ശങ്കരാചാര്യർ പറഞ്ഞത് എങ്ങനെയാണ്? അല്ല, വേദങ്ങളുടെ ഉദ്ദേശം മനുഷ്യനെ അറിവ് നൽകി ഉദ്ബുദ്ധനാക്കി തീർക്കുന്നതാണ്. ആ ഉദ്ബോധനത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ നിർബന്ധിതരാണ്. പ്രവർത്തിച്ചില്ലെങ്കിലോ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ നഷ്ടം.